3x3 റുബിക്സ് ക്യൂബ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്ന വീഡിയോ സീരീസിലെ 4ാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ ഒരു സൈഡ് വൈറ്റ് ഫേസ് സോൾവ് ചെയ്തു, അതോടൊപ്പം ഒരു ഇൻവേർട്ടഡ് ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 ലൈൻ സോൾവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3ാമത്തെ പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് റോയിലെ എഡ്ജ് പീസസ് മാത്രം നോക്കുക. ഇത് ടോപ്പ് റോയിലെ ഒരു എഡ്ജ് പീസ്, ഇത് മറ്റൊരു എഡ്ജ് പീസ്. അതിൽ യെല്ലോ വരാത്ത എഡ്ജ് പീസ് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു എഡ്ജ് പീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓറഞ്ചും യെല്ലോയും ഉണ്ട്, അത് നമുക്ക് വേണ്ട. ഇവിടെ നോക്കാം, ഇവിടെ ഓറഞ്ചും യെല്ലോയും ഉണ്ട്, അതും വേണ്ട. ഇതിലും ഒരു ബ്ലൂവും യെല്ലോയും ഉണ്ട്, അതും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് പീസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗ്രീനും ഓറഞ്ചുമായിട്ടുള്ള ഒരു എഡ്ജ് പീസ് സെലക്ട് ചെയ്യുക. ഇതിൽ നിന്നും ഈ എഡ്ജ് പീസിൻ്റെ ടോപ്പ് കളർ ഏതാണെന്ന് ശ്രദ്ധിക്കുക. ടോപ്പ് കളർ ഇപ്പോൾ ഗ്രീൻ ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസിൻ്റെ ടോപ്പ് കളർ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രീൻ ആണ്. ഗ്രീൻ ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവരണം. ഈ എഡ്ജ് പീസിൻ്റെ ടോപ്പ് കളർ ഗ്രീൻ ആണ്. ഇത് ഗ്രീൻ ഫേസിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇതാണ് ഗ്രീൻ ഫേസ്. മിഡിൽ കളർ ഗ്രീൻ ആയിട്ടുള്ള ഈ ഒരു ഫേസ് ഗ്രീൻ ഫേസ് എന്ന് പറയുന്നു. ഇവിടെ ഗ്രീൻ കളറിനെ നമ്മൾ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ, ഈ മിഡിൽ പീസിൻ്റെ ടോപ്പ് കളർ ഗ്രീനിന് ഓപ്പോസിറ്റാണ് ഗ്രീൻ ഫേസ് ഇരിക്കുന്നത്. ഈ രീതിയിൽ ആദ്യം കൊണ്ടുവരിക. അതിനുശേഷം രണ്ടാമത്തെ കളർ ഏതാണെന്ന് നോക്കുക. ഓറഞ്ച് നമ്മളെ ഫേസ് ചെയ്യണം. ഓറഞ്ച് ഫേസ്, ഇതിപ്പോൾ ഓറഞ്ച് മിഡിൽ പീസിലെ കളർ ഓറഞ്ച് ആണ്. ഇനി ഓറഞ്ച് ഫേസ് എടുത്ത് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. ഇവിടെ ഇതാണ് ഓറഞ്ച് ഫേസ്. ഈ ഓറഞ്ച് ഫേസ് എടുത്തതിന് ശേഷം ഗ്രീൻ ഫേസ്, ഇതാണ് ഗ്രീൻ ഫേസ്, നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഓപ്പോസിറ്റ് വെച്ച ഫേസ്. ഗ്രീൻ ഫേസിൽ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മുകളിലോട്ട് കൊണ്ടുവരുന്നു, ഒന്ന് റൈറ്റ് സൈഡിലോട്ടാക്കി വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയാണ് വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. വൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത 3ാമത്തെ പാർട്ടിൽ പറഞ്ഞ രീതിയിലുള്ള ഇടതുവശത്ത് വൈറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അതിനോട് ചേർന്നിരിക്കുന്ന കളർ ഏതെന്ന് നോക്കുക. അഡ്ജസൻറ്റ് കളറ് ഗ്രീൻ ആണ്. ഈ ഗ്രീനിൻ്റെ ഫേസുമായി അലൈൻ ചെയ്യുക. ഇപ്പോൾ ഗ്രീനിൻ്റെ ഫേസുമായി അലൈൻ ചെയ്തു. ഇടതുവശത്ത് വൈറ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ വലത്തോട്ടൊരു പ്രാവശ്യം തിരിക്കുന്നു. അതിനുശേഷം ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് താഴത്തെ 2 റോയും കൂടി വലത്തേക്ക് തിരിക്കുന്നു. അപ്പോൾ വരുന്ന വൈറ്റ് ഈ ഒരു ഫേസ്, റൈറ്റ് ഫേസ് താഴേക്ക് തിരിക്കുന്നു. ഇങ്ങനെ തിരിച്ചു കഴിയുക. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു റോ ഇങ്ങനെ സോൾവ് ആയി വരുന്നുണ്ട്. ഇനി വീണ്ടും എഡ്ജ് പീസുകൾ മാത്രം നോക്കുക. എഡ്ജ് പീസ് നോക്കാം. ഈ ഒരു എഡ്ജ് പീസ് എടുത്താൽ യെല്ലോ ഉള്ള എഡ്ജ് പീസ് നമുക്ക് ആവശ്യമില്ല, അത് വിട്ടു. അടുത്ത എഡ്ജ് പീസ് നോക്കി, അതിലും ഒരു യെല്ലോ വരുന്നുണ്ട്, അതുകൊണ്ട് അതും ആവശ്യമില്ല. ഇതിൽ നോക്കിയപ്പോൾ അതിനകത്തും ഒരു എഡ്ജ് പീസിൽ യെല്ലോ വരുന്നുണ്ട്, അത് വേണ്ട. അടുത്തതിൽ യെല്ലോ ഇല്ലാത്ത ഒരു എഡ്ജ് പീസാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി പറയാൻ പോകുന്ന കാര്യം ടോപ്പിലെ കളർ ഏതെന്ന് നോക്കുക. ടോപ്പിലെ കളർ ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് വയ്ക്കണം. ഇവിടെ ബ്ലൂ ഫേസ് ഇതാണ്. ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് വയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഈ ടോപ്പ് റോ ഈ രീതിയിൽ തിരിച്ചു കഴിഞ്ഞാൽ ടോപ്പിലെ ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റായി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റാണ് ബ്ലൂ ഫേസ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കളർ ഏതാണെന്ന് നോക്കുക. റെഡ് നമ്മളെ ഫേസ് ചെയ്യണം. രണ്ടാമത്തെ കളർ റെഡ് ഫേസ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക ക്യൂബ്. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലൂ ഫേസ് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ആ ഭാഗത്തെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു വൈറ്റ് പീസ് സ്പ്ലിറ്റ് ചെയ്തു, വീണ്ടും താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വൈറ്റ് പീസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ അഡ്ജസൻറ്റ് കളർ ഏതെന്ന് നോക്കുക. ആ ബ്ലൂ കളർ അതിൻ്റെ തന്നെ ഫേസുമായി അലൈൻ ചെയ്യുക. ഇപ്പോൾ അലൈൻ ചെയ്തു, ബ്ലൂവും അലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് പീസ് ഇടതുവശത്തായതുകൊണ്ട് ഇതിനെ വലത്തോട്ടൊരു പ്രാവശ്യം തിരിക്കുക. ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് 2 റോയും കൂടി ചേർത്ത് വലത്തോട്ട് തിരിക്കുക. അതിനുശേഷം ഈ വൈറ്റ് റോ വരുന്ന റൈറ്റ് സൈഡ് താഴേക്ക് തിരിക്കുക. ഈ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും
ഏകദേശം അത് സോൾവായി വരുന്നുണ്ട്. ഇനി ഓരോ പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എഡ്ജ് പീസ് മാത്രം നോക്കുക. ഈ എഡ്ജ് പീസിൽ യെല്ലോ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഒരു എഡ്ജ് പീസ് എടുക്കാം, അതിൽ യെല്ലോ ഉണ്ട്, അതും വേണ്ട. അടുത്ത ഒരു പീസ് നോക്കി, അതിലും യെല്ലോ വരുന്നുണ്ട്, അപ്പോൾ അതും എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിയപ്പോൾ ഇതിലും യെല്ലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ ഇനി നമുക്ക് എഡ്ജ് പീസ് ഒന്നും ഇല്ല. അതായത് എഡ്ജ് പീസ് യെല്ലോ വരാത്ത ഒരു എഡ്ജ് പീസും ഈ ഒരു കേസിൽ വരുന്നില്ല. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അതുകൊണ്ട് എഡ്ജ് പീസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഇതുപോലെ വരുന്ന സിറ്റുവേഷനിൽ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും ആ രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട്, ഇവിടെ സോൾവ് ചെയ്യാത്ത ഭാഗം ഇതാണല്ലോ, ഇവിടെ നിന്നുകൊണ്ട് ഒരു വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഞാൻ മുകളിലോട്ടാക്കി ഈ ടോപ്പ് പോർഷൻ നീക്കി കഴിഞ്ഞാൽ വൈറ്റ് സ്പ്ലിറ്റായി. സ്പ്ലിറ്റ് ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റിൻ്റെ അഡ്ജസൻറ്റ് കളർ ഏതാണ്? വൈറ്റിൻ്റെ അഡ്ജസൻറ്റ് കളർ ബ്ലൂ ആണ്. അത് ബ്ലൂവുമായിട്ട് ബ്ലൂ ഫേസുമായി അലൈൻ ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അലൈൻ ചെയ്തു. അലൈൻ ചെയ്തതിന് ശേഷം വൈറ്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇതിനെ ലെഫ്റ്റിലോട്ടൊന്ന് തിരിക്കുക. അതിനുശേഷം ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് 2 റോയും ലെഫ്റ്റിലേക്ക് തിരിക്കുക. അതിനുശേഷം വൈറ്റ് വരുന്ന ഈ ലെഫ്റ്റ് സൈഡ് താഴേക്ക് തിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇനി നോക്കിയാൽ വീണ്ടും എഡ്ജ് പീസ് നമുക്ക് നോക്കാം. എഡ്ജ് പീസ് ഇവിടെ എഡ്ജ് പീസിൽ യെല്ലോ ഉണ്ട്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഇവിടെയും യെല്ലോ ഉണ്ട്, എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിയപ്പോൾ യെല്ലോ ഇല്ലാത്തൊരു പീസാണ്, അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇവിടെയും യെല്ലോ ഉണ്ട്, അപ്പോൾ വീണ്ടും ഒരു യെല്ലോ ഇല്ലാത്ത ഒരു പീസ് വന്നു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നോക്കുക, ഇതിൻ്റെ ഈ എഡ്ജ് പീസിൻ്റെ ടോപ്പ് കളർ ഏതാണെന്ന് നോക്കുക. ടോപ്പ് കളർ ബ്ലൂ ആണ്. ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് കൊണ്ടുവരണം. ഇവിടെ ഇതാണ് ബ്ലൂ ഫേസ്. ഈ ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി ടോപ്പ് പോർഷൻ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ എഡ്ജ് പീസിൻ്റെ മുകളിലത്തെ കളർ ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റായി വന്നു. ഇനി അതിൻ്റെ അഡ്ജസൻറ്റ് കളറായ ഓറഞ്ച് ശ്രദ്ധിക്കുക. ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ച് ഫേസ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരിക. നമ്മളെ ഫേസ് ചെയ്യണം. ഇവിടെ ഓറഞ്ച് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓറഞ്ച് ഫേസ് നമ്മളെ ഫേസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സെലക്ട് ചെയ്ത ബ്ലൂ ഫേസിലാണ് നമ്മൾ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ബ്ലൂ ഫേസ് വരുന്നുണ്ട്, അവിടെ വൈറ്റ് ഒന്ന് മുകളിലോട്ട് എടുത്തു, ലെഫ്റ്റിലോട്ട് തിരിച്ച് വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു, താഴോട്ട് കൊണ്ടുവന്നു, വീണ്ടും പഴയതുപോലെ കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിക്കുക, ഇനി വൈറ്റ് പീസ് റൈറ്റ് സൈഡിലായതുകൊണ്ട് അതിൻ്റെ ബ്ലൂ ആയിട്ട് ഓൾറെഡി അലൈൻഡ് ആണ്, ബ്ലൂ ഫേസുമായി അലൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ഫേസ് റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റിലേക്ക് തിരിക്കുക. ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് 2 പോർഷനും ലെഫ്റ്റിലേക്ക് തിരിക്കുക. അതിനുശേഷം ഈ വൈറ്റ് വരുന്ന ഭാഗം, വൈറ്റ് എപ്പോഴും താഴോട്ടാണ് പോകേണ്ടത്, അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇനിയും ഒരു ഒറ്റ പീസ് മാത്രമേ സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും എഡ്ജ് പീസസ് നോക്കുക. ഇതിനകത്ത് എഡ്ജ് പീസ് നോക്കിയപ്പോൾ അതിൽ യെല്ലോ ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിയപ്പോൾ അതിൽ യെല്ലോ ഉണ്ട്, എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്കിയപ്പോൾ വീണ്ടും യെല്ലോ വരുന്നുണ്ട്, അതും കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെയും യെല്ലോ വരുന്നുണ്ട്. ഇങ്ങനെ യെല്ലോ ഇല്ലാത്ത ഒരു പീസും വരുന്നെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. സോൾവ് ചെയ്യാത്തൊരു ഭാഗം എടുത്തു, അവിടെ നിന്നും ഒരു വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു. വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു, താഴോട്ട് കൊണ്ടുവന്നു. ഇനി ഈ വൈറ്റിൻ്റെ അഡ്ജസൻറ്റ് കളർ ഏതെന്ന് നോക്കുക. ഗ്രീനിൻ്റെ ഫേസുമായി അലൈൻ ചെയ്യണം. ഗ്രീനിൻ്റെ ഫേസുമായി അലൈൻ ചെയ്യാം. ഇത് ഗ്രീനിൻ്റെ ഫേസുമായി ആ വൈറ്റിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അലൈൻ ചെയ്തു. അതിനുശേഷം നോക്കിയാൽ വൈറ്റ് കോർണർ പീസ് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇതിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കുക. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ലെഫ്റ്റിലേക്ക് തിരിക്കുക. ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് 2 ഭാഗവും ലെഫ്റ്റിലേക്ക് തിരിക്കുക. വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എഡ്ജ് പീസ് കൺസിഡർ ചെയ്യുക. എഡ്ജ് പീസ് നോക്കാം. ഇവിടെ എഡ്ജ് പീസിൽ മഞ്ഞയുണ്ട്, യെല്ലോ ഉള്ളത് കൊണ്ട് അത് എടുക്കാൻ പറ്റുകയില്ല. ഇവിടെയും യെല്ലോ ഉണ്ട്, എടുക്കാൻ പറ്റുകയില്ല. ഇവിടെ നോക്കാം, ഇവിടെ ഗ്രീനും റെഡുമാണ്. റെഡ് ഈ എഡ്ജ് പീസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ യെല്ലോ ഉള്ളത് കൊണ്ട് ഇത് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇതിൻ്റെ ടോപ്പ് കളർ ഏതാണെന്ന് നോക്കുക. ഈ ഗ്രീൻ ഫേസിന് ഓപ്പോസിറ്റ് കൊണ്ടുവരണം. വളരെ ശ്രദ്ധിക്കണം. ഗ്രീൻ ടോപ്പിലെ കളർ അതേ കളറിൻ്റെ ഫേസിന് ഓപ്പോസിറ്റ് കൊണ്ടുവരണം. ഇവിടെ ഗ്രീൻ ഫേസ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതിനെ ടോപ്പ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ടോപ്പിലെ ഗ്രീൻ കളർ ഗ്രീൻ ഫേസിന് ഓപ്പോസിറ്റായി വന്നു. അതിനുശേഷം
ഈ രണ്ടാമത്തെ അഡ്ജസൻറ്റ് കളർ റെഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. ഇതാണ് റെഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. അതിനുശേഷം ഗ്രീൻ ഫേസിൻ്റെ രണ്ടാമത്തെ കളറായ ഗ്രീൻ ഫേസിന് അതിൻ്റെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യണം. വൈറ്റ് മുകളിലോട്ട് കൊണ്ടുവന്നു, സ്പ്ലിറ്റ് ചെയ്തു, താഴേട്ട് കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും ഇത് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡിലുള്ള കളർ ഗ്രീൻ ഫേസുമായിട്ട് അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തു. ഇപ്പോൾ ഗ്രീൻ ഫേസുമായി അലൈൻ ചെയ്തു. അതിനുശേഷം വൈറ്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ ഇത് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് 2 റോയും ചേർത്ത് ലെഫ്റ്റിലേക്ക് തിരിക്കുക. അതിനുശേഷം വരുന്ന ഈ വൈറ്റ് പോർഷൻ ലെഫ്റ്റ് സൈഡ് താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ 2 റോയും സോൾവ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ രീതിയിലാണ് 2 റോ സോൾവ് ചെയ്യുന്നത്. ഇത് ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്ത് കാണിക്കാം മറ്റൊരു ക്യൂബിൽ. ഇതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ടീയും ഒരു ഫേസും സോൾവ് ചെയ്തിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എഡ്ജ് പീസസ് കൺസിഡർ ചെയ്യുക. എഡ്ജ് പീസിൽ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല, ഇതിൽ യെല്ലോ ഉണ്ട്. അപ്പോൾ യെല്ലോ ഇല്ലാത്ത ഒരു എഡ്ജ് പീസ് എടുത്തു. അതിൻ്റെ ടോപ്പ് പോർഷൻ ഗ്രീൻ ആണ്. ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവരണം. ഇപ്പോൾ ഓൾറെഡി അത് ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഗ്രീൻ ഫേസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അതിനുശേഷം റെഡ് ഫേസ് നമ്മളെ ഫേസ് ചെയ്യണം. ഇതാണ് റെഡ് ഫേസ് നമ്മളെ ഫേസ് ചെയ്തതിന് ശേഷം ആ ഗ്രീനിൻ്റെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഗ്രീൻ എടുത്തു, വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു, താഴോട്ട് കൊണ്ടുവന്നു, വീണ്ടും പഴയ പൊസിഷനിൽ കൊണ്ടുവന്നു. വൈറ്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് വൈറ്റിൻ്റെ അഡ്ജസൻറ്റ് കളർ അതിൻ്റെ ഫേസുമായിട്ട് അലൈൻ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി അലൈൻഡ് ആണ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുക. മുകളിലത്തെ ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് വീണ്ടും 2 കൂടി ലെഫ്റ്റിലേക്ക് തിരിക്കുക, താഴോട്ട് തിരിക്കുക. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇനി സോൾവ് ചെയ്യാനുണ്ട്. എഡ്ജ് പീസ് വീണ്ടും നോക്കുക. ഏതെങ്കിലും യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല. യെല്ലോ ഇല്ലാത്ത ഒരു എഡ്ജ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് കളർ നോക്കുക. ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇത് പുറകിൽ പോകണം. ഈ ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് ആകണമെങ്കിൽ ഇത് 2 കൂടെ ബാക്കിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റ് ആണ്. അതിനുശേഷം റെഡ് ഫേസിനെ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ബ്ലൂ കളർ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടത്തെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യണം. വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ മുകളിലേക്ക് തിരിച്ചു, വൈറ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു, വീണ്ടും താഴേക്കാക്കി പഴയ പൊസിഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഇത് ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് ഇരിക്കുന്നത്. അതിൻ്റെ അഡ്ജസൻറ്റ് കളർ അതിൻ്റെ ഫേസുമായിട്ട് അലൈൻഡ് ആണോ നോക്കുക. അലൈൻഡ് ആണ്, അതുകൊണ്ടൊന്നും ചെയ്യേണ്ട. ഇനി ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റിലേക്ക് തിരിക്കുക. അതിനുശേഷം ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് താഴത്തെ 2 ലൈനും റൈറ്റിലേക്ക് തിരിക്കുക. വൈറ്റ് വരുന്ന പോർഷൻ താഴേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇനി നോക്കുക. ഇനി ഒരെണ്ണം കൂടെ സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ വീണ്ടും യെല്ലോ ഇല്ലാത്ത പീസ് നോക്കാം. ഈ എഡ്ജ് പീസിൽ യെല്ലോ ഉണ്ട്, അതെടുക്കാൻ പറ്റില്ല. ഈ എഡ്ജ് പീസിൽ യെല്ലോ ഉണ്ട്, എടുക്കാൻ പറ്റില്ല. ഈ എഡ്ജ് പീസിലും യെല്ലോ ഉണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ യെല്ലോ ഇല്ലാത്ത ഒരു എഡ്ജ് പീസ് കിട്ടി. ഇവിടെ നമ്മൾ മുകളിലത്തെ കളർ നോക്കുക, ഓറഞ്ച്. ഈ ഓറഞ്ച് ഫേസിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഓറഞ്ച് ഫേസിന് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ഫേസിന് ഓപ്പോസിറ്റ് തന്നെയാണ്. ഒന്നും മാറ്റേണ്ട കാര്യമില്ല. അതിനുശേഷം ഗ്രീൻ കളർ നോക്കുക. അതിൻ്റെ അഡ്ജസൻറ്റ് കളർ ഗ്രീൻ കളർ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. അതിനുശേഷം ഓറഞ്ച് കളർ വരുന്ന ഫേസിലെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഇതിൻ്റെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ടുവന്നു, വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തു, താഴേക്ക് വന്നു, വീണ്ടും പഴയ പൊസിഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഈ വൈറ്റ് പോർഷൻ റൈറ്റ് സൈഡിലായതുകൊണ്ട് അതിൻ്റെ അഡ്ജസൻസ് കളർ അതിൻ്റെ ഫേസുമായിട്ട് അലൈൻഡ് ആണോ നോക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ആക്കുക. ഇപ്പോൾ ഓൾറെഡി അലൈൻഡ് ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ വൈറ്റ് ഇരിക്കുന്നത് കൊണ്ട് അതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുക. മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് 2 കൂടി വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിക്കുക, വീണ്ടും താഴേക്ക് കൊണ്ടുപോകുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 റോ സോൾവ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുകളിലത്തെ റോ മാത്രമേ ഉള്ളൂ. അതുകൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂബ് പൂർണ്ണമാകും. ഇത് ഏകദേശം പകുതി ഭാഗം തീർന്നു കഴിഞ്ഞു. ഇത് നല്ലതുപോലെ മനസ്സിലായതിന് ശേഷം മാത്രം അടുത്ത പാർട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അടുത്ത പാർട്ട് 5 അപ്ലോഡ് ആകുന്നവരെ കാത്തിരിക്കുക. നന്ദി.